ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഹോൾഡ് ആൻഡ് അൺഹോൾഡ് ഓപ്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ സെയിൽ കൗണ്ടറിലിരിക്കുമ്പോൾ ഒരു കസ്റ്റമർ വന്നു, ആ കസ്റ്റമറിൻ്റെ സാധനങ്ങൾ വാങ്ങുന്നു, പിന്നെ പെട്ടെന്ന് കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ആ ബില്ല് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ റീറ്റെയിൽ ഐഡി സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ഹോൾഡ് ആൻഡ് അൺഹോൾഡ് ഡീൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ സെയിൽ പാനലിലേക്ക് പോവുകയാണ്. ഇത് നമ്മൾക്ക് റീറ്റെയിൽ ഐഡിയിൽ 2 സെൽ പാനലുണ്ട്, റുബിക്കും ഉണ്ട്, നോർമൽ സെൽ പാനലുണ്ട്. ഇപ്പോൾ ഞാനിത് നോർമൽ സെൽ പാനലാണ് കാണിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ആ സെയിൽ പാനൽ ഓപ്പൺ ചെയ്യുവാണ്, ട്രഡീഷണൽ സെയിൽ പാനൽ. ഓക്കെ, ഇതിലിപ്പോൾ ഡീഫോൾട്ടായിട്ട് ക്യാഷ് കസ്റ്റമർ ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് ഒരു കസ്റ്റമറിനെ ആഡ് ചെയ്യുക. ശ്രീ എന്ന് പറയുന്ന കസ്റ്റമറിനെ ആഡ് ചെയ്തു, ഫോൺ നമ്പർ കൊടുത്തു, എൻ്റർ കസ്റ്റമർ സേവ് ആയി. ദെൻ നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുവാണ്. കസ്റ്റമർ പറയുകയാണ് കസ്റ്റമർക്ക് കുറച്ച് ഐറ്റംസ് കൂടി വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ഹോൾഡ് ഓപ്ഷനും അൺഹോൾഡ് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഹോൾഡ് ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുക. ശ്രീനെ ഇപ്പം നമ്മൾ ഹോൾഡിൽ വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ വേറൊരു കസ്റ്റമർ വന്ന്, അപ്പോൾ അടുത്ത കസ്റ്റമറിനെ ഞാൻ സെലക്ട് ചെയ്യുവാണ്, എലിസബത്ത്. ഓക്കെ, എലിസബത്ത് ഫോൺ നമ്പർ ആഡ് ചെയ്യുവാണ്. ഓക്കെ, ദെൻ ബില്ല് ചെയ്യുവാണ്. ഓക്കെ, അതിനുശേഷം ക്വിക്ക് പേ കൊടുത്തു. ഈ ബില്ല് നമ്മൾ ക്ലിയർ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളുടെ അടുത്ത് ശ്രീ തിരിച്ചെത്തി, സാധനങ്ങൾ കുറച്ചും കൂടി ഐറ്റംസ് എടുത്തു. അപ്പം ഞാനിവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബില്ല് തിരിച്ചെടുക്കാൻ വേണ്ടി അൺഹോൾഡ് ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പം അൺഹോൾഡ് ക്ലിക്ക് ചെയ്യുന്നു. ശ്രീയുടെ ബില്ല് നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി കുറച്ച് കൂടി ഐറ്റം എടുത്തിട്ട് വന്നിട്ടുണ്ട്, അത് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മളിവിടെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്വിക്ക് പേ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. ക്വിക്ക് പേയിൽ ക്ലിക്ക് ചെയ്യുന്നു. യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ബില്ല് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹോൾഡ് ആൻഡ് അൺഹോൾഡ് ഓപ്ഷൻ ചെയ്യുന്നത്. അതായത് ഒരു കസ്റ്റമർ കറൻ്റലി നമ്മൾ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഐറ്റം ഉണ്ട്, അതല്ലെങ്കിൽ പെട്ടെന്നൊരു കസ്റ്റമർ ആകെ ഒരു ഐറ്റമായിട്ട് വരുവാണ്, അവർക്ക് പെട്ടെന്ന് ബില്ല് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് വേഗം തന്നെ ഹോൾഡ് ആൻഡ് അൺഹോൾഡ് ഓപ്ഷൻ യൂസ് ചെയ്ത് ആ സിറ്റുവേഷൻ വളരെ വണ്ടർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് റീറ്റെയിൽ ഐഡി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.